എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കർക്കിടക മാസമൊക്കെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഈ കർക്കിടക മാസത്തിലെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും അറിയാം. കർക്കിടക മാസത്തിൽ രാമായണത്തിന്റെ മാസമുണ്ട്. ഒപ്പം തന്നെ കർക്കിടകാവിന് ബലിയിടൽ, അത് വലിയൊരു കാര്യമാണ്. അതായത് ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാർക്കും ഇല്ലെങ്കിൽ മുത്തശ്ശി മുത്തശ്ശന്മാർക്കും ഒന്നും കൊടുക്കത്തില്ല ജീവിച്ചിരിക്കുന്ന സമയത്ത്. മരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ ഉള്ള ക്ഷേത്രങ്ങളിൽ മൊത്തം വഴിപാട്, വാശിക്ക് അന്നദാനം നടത്തുന്നത്, അതായത് ബന്ധുക്കൾക്ക് കുറെ പായസം ഇതും കൂട്ടി. പക്ഷെ ജീവിച്ചിരിക്കുന്ന വ്യക്തികൾക്കൊന്നും ചെയ്യാതെ മരിച്ചു കഴിഞ്ഞ് പോകുന്ന മക്കൾക്കുള്ള മറുപടിയായിട്ടാണ് ഞാനൊരു വീഡിയോ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ വീട്ടിൽ അച്ഛനമ്മമാർ കാണും, ചിലപ്പോൾ പ്രായമുള്ള ആൾക്കാരൊക്കെ കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ അവർക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ അത്രയും കാര്യങ്ങൾ നമ്മൾക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടതാണ്. കർക്കിടകവാവിന് ബലിയിടുന്നതെന്ന് വെച്ചാൽ ശ്രീരാമചന്ദ്രൻ, അതായത് ദശരഥന് ബലിയിട്ട ഒരു മാസമൊക്കെയാണ് കർക്കിടക മാസം. അപ്പൊ അത് നമ്മളെ ഓർമ്മിപ്പിക്കാനും അതേ രീതി ചെയ്തു പോകാനാണ് ഭഗവാൻ ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി തന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാർക്ക് ഇല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരെ നല്ല രീതിയിൽ തന്നെ പരിപാലിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ കൊടുക്കുന്ന സന്തോഷമാണ് അവർക്ക് ഏറ്റവും വലുത് വേണ്ടത്. അല്ലാതെ അവരെ ആ സമയത്ത് അവർക്ക് ഇന്ന ആഹാരം കഴിക്കാൻ കൊതിയുണ്ടായിട്ട് നമ്മളത് മേടിച്ചു കൊടുക്കാതിരിക്കുന്നെങ്കിൽ അവർക്ക് ഷുഗറാണ്, പ്രഷറാണ് എന്നൊക്കെ പറഞ്ഞു കിടക്കുന്നതുണ്ട്. അത് കഴിഞ്ഞ് ചില ആൾക്കാർ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കൊന്നും ചെയ്യത്തില്ല, മരിച്ചു കഴിയുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും വഴിപാടെടുക്കും. പക്ഷെ അതെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ആഗ്രഹങ്ങളെല്ലാം എല്ലാവരും സാധിച്ചു കൊടുക്കണം. കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൂപ്പനെ അമ്മൂമ്മയൊക്കെ വന്ന് കണ്ട് അവരുടെ കൂടെ കഴിക്കുന്ന ഒരു അന്നദാനം ഇല്ലെങ്കിൽ ഒരു ആഹാരം, ആ ഒരു സന്തോഷമാണ് നമുക്ക് വേണ്ടത്. ഒപ്പം തന്നെ നമ്മൾ കർക്കിടക വാവിന് മിക്ക ക്ഷേത്രങ്ങളിലും ബലിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കിയും കണ്ടൊക്കെ ചെയ്യാനാണ് എൻ്റെ ഒരു നിർദ്ദേശം. അത് വേറൊന്നും കൊണ്ടല്ല, ചില ക്ഷേത്രങ്ങളിൽ ബലിക്കിടുന്ന ആൾക്കാർ, അതായത് കർമ്മത്തിനിരിക്കുന്ന ആൾക്കാർക്ക് ഒന്നും അറിയില്ല. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കി അറിയാം. ചിലവർ ഇപ്പം ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ബലിയിടാൻ പോവുകയാണ്. ബലിയിടാൻ പോകുമ്പോഴത്തേക്ക് അവരെന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു, നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. അത് പറഞ്ഞ് നമ്മൾ ഇത് ഏതാണ്ട് കുരുട്ടി തരുന്നത് നമ്മൾ കൊണ്ട് ഇടുന്നത് അത് തന്നെ. പക്ഷെ അവർ ജനിച്ച നക്ഷത്രം ചോദിക്കുന്നില്ല, പേര് ചോദിക്കുന്നില്ല, ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ അച്ഛൻ്റെ പേര് ഇല്ലെങ്കിൽ അമ്മയുടെ പേര്, അവരുടെ നക്ഷത്രം, ഈ കാര്യങ്ങളൊന്നും തോരുന്നില്ല. അപ്പം അടുത്ത വ്യക്തി ക്യൂ നിൽക്കുവാണ് ഈ വ്യക്തി എടുത്ത്. അപ്പം ഒരു 10-20 പേര് ഒരു വ്യക്തിയുടെ കൂടെ കാണും. അപ്പം അവൻ എന്താണ്, അടുത്ത ആള് പോരട്ടെ, അടുത്ത ആള് പോകുന്ന ധൃതിയിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് അനുയോജ്യമായ ഒരു കർമ്മിയുടെ അടുത്ത് മാത്രം പോയി നമ്മൾ കർമ്മം ചെയ്യുക. ഇപ്പോൾ ചിലവർ കർമ്മം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെടാറില്ല. ഇപ്പം ഞാനൊരു അമ്പലത്തിൽ പോന്നു, അപ്പോൾ അവിടെ ഇരിക്കുന്ന പൂജാരിയുടെ പൂജ കണ്ടിട്ട് എനിക്കൊരു തൃപ്തിപ്പെടുന്നില്ല. അപ്പം അതിൻ്റെ അടുത്ത് നിൽക്കുന്ന കീഴ്ശാന്തി, അപ്പോൾ കീഴ്ശാന്തി നല്ല അടിപൊളിയായിട്ട് ചെയ്ത് നമുക്കൊരു മനസ്സിനൊരു തൃപ്തി വരുമല്ലോ. ഒരു അർച്ചനയാണെങ്കിലും ഒരു പുഷ്പാഞ്ജലി ആണെങ്കിലും ആര് നല്ല പോലെ ചെയ്താലും നമുക്കൊരു മനസ്സിന് തൃപ്തി വേണം. അപ്പോൾ അതേപോലെ തന്നെയാണ് ബലി നടക്കുന്ന മണ്ഡപത്തിൽ, അതായത് ആ ഒരു പുഴക്കരയാട്ടെ ആലുവാട്ടെ എവിടെ നമുക്ക് മനസ്സിന് തൃപ്തിയുള്ള എടുത്ത് പോയി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അല്ലാതെ ഓടിക്കേറി നമുക്ക് പെട്ടെന്ന് ധൃതി വെച്ച് പോകണം, അവിടെ തിരക്ക് കുറവാണ്, പുള്ളി പെട്ടെന്ന് ചെയ്ത് തീർക്കുമെന്നൊന്നും വിചാരിക്കരുത്. ആദ്യമേ ഭക്തജനങ്ങൾ അവിടെ പോയി നല്ലപോലെ ഒന്ന് കണ്ടു നോക്കണം, ആരാണ് ഈ കൂട്ടത്തിൽ നല്ലപോലെ കർമ്മയായിട്ട് ഇരിക്കുന്ന ആ ഒരു കർമ്മിയുടെ അടുത്ത് മാത്രം വേണം നമ്മൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അല്ലാതെ ധൃതിക്ക് ഓടിക്കൂടിയൊന്നും ചെയ്യരുത്. പിന്നെ അന്നത്തെ ദിവസം നമ്മൾ ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ പിതൃക്കൾക്ക്, അതായത് നമ്മുടെ പിതൃക്കൾക്ക് എന്ത് ആഹാരമാണ് അവർ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് കൂടുതലായിട്ട് കഴിക്കാൻ ഇഷ്ടം, ആ ആഹാരം വിളക്കിൻ്റെ മുമ്പിൽ വെച്ചിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുകയാണ്, എൻ്റെ അപ്പൂപ്പൻ കള്ള് കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇറച്ചി മീനൊക്കെ കഴിക്കണം, അപ്പോൾ അതൊക്കെ വിളക്കിൻ്റെ മുമ്പിൽ വെച്ച് കത്തിക്കുക ദോഷമുണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ യാതൊരു ദോഷങ്ങളും ഇല്ല. അപ്പോൾ അതങ്ങനെ ചെയ്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ആ ആത്മാവ് അവിടെ അന്നത്തെ ദിവസം നമ്മുടെ അടുത്ത് വന്ന് ആ ആഹാരങ്ങളൊക്കെ കഴിക്കും. അത് നമുക്കൊരു എന്താ പറയുക, ഒരു വിശ്വാസമാണ് അല്ലേ? അപ്പോൾ ഇത് വളരെ ഭക്തജനങ്ങൾ ശ്രദ്ധയോട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ബലി നടക്കുന്ന മണ്ഡപത്തിൽ നല്ല കർമ്മി ആരാണ്, ആ കർമ്മിയുടെ അടുത്ത് പോയി മാത്രം നമ്മൾ ബലി ഇടുക. ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇടുക. ചില ആൾക്കാർക്ക് ഒന്നും അറിയത്തില്ല, പകുതിക്ക് വെച്ചിട്ട് ബലിയിടാൻ വരുന്ന ഒത്തിരി ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം. അന്നത്തെ ദിവസം ഇഷ്ടം പോലെ ഉണ്ട്, അവർക്കൊന്നും അറിയത്തില്ല. അവരെ ഏതാണ്ടൊക്കെ ചെയ്യുന്നത് കണ്ട് നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അവർ ചില ആൾക്കാർ ബലിയിക്കട്ടെ എന്തൊക്കെ കുറേ ഉരുളയൊക്കെ കൊടുത്തുനിന്ന് പേരൊക്കെ ചോദിച്ചെന്നാൽ മുങ്ങി നിവർന്നവരും. അപ്പോൾ പൈസ ഒരു കിറ്റ് കാണാം, അതിനകത്തെല്ലാം ദക്ഷിണ ഇടാൻ പറയും. അപ്പോൾ അടുത്ത ആളെ കയറ്റും. ഇത് തന്നെയാണ് മിക്കയിടത്തും നടക്കുന്നത്. പക്ഷേ ഇതിന് ഒരു കാര്യം പറഞ്ഞിട്ട്, നമ്മൾ കുറച്ച് എന്താ പറയുക, അറിയാവുന്ന ആൾക്കാരെ കണ്ടെത്തി നമ്മൾ അന്തരം ചെയ്യുക. ഇല്ലെങ്കിൽ വേണ്ട, അന്നത്തെ ദിവസം ഒരു കർമ്മിയെ വിളിച്ച്, വീട്ടിൽ പൈസ ഉള്ള ആൾക്കാരാണെങ്കിൽ അന്നത്തെ ദിവസം ഒരു കർമ്മിയെ വിളിച്ചിട്ട് നിങ്ങൾ വീട്ടിൽ ഭംഗിപൂർവ്വം ചെയ്ത്, അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. പിന്നെ ക്ഷേത്രമൊക്കെ ആയിട്ട് ചെയ്യുമ്പം ചെറിയ ചാർജൊക്കെ കുറവായിരിക്കും, 50-100 രൂപയ്ക്കൊക്കെ. പൈസ ഉള്ള ആൾക്കാർ ഒരു കർമ്മിയെ വിളിച്ചിട്ട് ചെയ്യുക. അല്ലാത്ത ഭക്തജനങ്ങൾ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് ഒരു കർമ്മിയെ വിളിച്ചൊക്കെ ചെയ്യുക. അല്ലാത്ത ഭക്തജനങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യുക. അപ്പം നല്ല ഒരു
കർമ്മിയെ നോക്കി വേണം ഈ ഒരു കർമ്മം ചെയ്യാൻ. മിക്ക ക്ഷേത്രങ്ങളിലും നല്ല ആൾക്കാർ ഇരുത്തുന്നതും ഉണ്ട്, ഇരുത്താത്തതും ഉണ്ട് കേട്ടോ. അതിപ്പം എല്ലാ ക്ഷേത്രങ്ങളിലെയും ഒരേപോലെയാണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധയോട് കണ്ടെത്തണം. അപ്പോൾ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ വേണം നമ്മൾ നോക്കാൻ. മരിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ഇഷ്ടങ്ങൾ നോക്കി പോവുകയല്ല. അപ്പോൾ എന്തെങ്കിലും കർക്കിടകവാവിന് മറ്റുള്ള ദോഷങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തിലഹോമം ചെയ്താൽ മതി. തിലഹോമം ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ ദോഷങ്ങളും കാര്യങ്ങളൊക്കെ മാറിപ്പോകുന്നതായിരിക്കും. അപ്പോൾ കർക്കിടകവാവിന് ബലിയിടുമ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രദ്ധയിലുണ്ടാകണം. കർമ്മിയെ നോക്കിയേ നമ്മൾ കർമ്മം ചെയ്യാനിരിക്കുള്ളൂ. ഈ മിക്ക കർമ്മികൾക്കും ഒന്നും അറിയാൻ വയ്യാത്തിരിക്കുന്ന കർമ്മികളൊക്കെ ഉണ്ട്. അവരുടെ മുമ്പിൽ പോയി വെറുതെ പൈസ കളയരുത്. ഇല്ലാത്ത ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുത്തി വെക്കരുത്. നമ്മൾ അവിടെ കുറച്ചു നേരം നടന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കർമ്മിയുടെ അടുത്ത് പോയി മാത്രമേ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറ്. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് മരിച്ചുപോയ ആൾക്കാരൊക്കെ കാക്കയായിട്ട് വരുന്നത്. അത് ചുമ്മാ പറയുന്നതാണ്. കാക്കയെന്ന് പറയുന്നിടത്തേക്ക് കാകൻ, ശനി ഭഗവാന്റെ വാഹനമാണ് കാകൻ. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ബലിക്കാക്ക വരുന്നതെന്ന് വെച്ചാൽ, അതായത് ശരിക്കും പറഞ്ഞാൽ എള്ളെന്ന് നമ്മൾ കർമ്മങ്ങൾക്ക് എള്ള് എടുക്കുക. എള്ളെന്ന് വെച്ചാൽ പാവനാശനം. അപ്പോൾ എള്ള് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ശനിദേവനെ പ്രീതിപ്പെടുത്തുന്നത്. അതായത് ജീവിച്ചിരിക്കുന്ന ആ വ്യക്തികൾ ജീവിച്ചിരുന്നപ്പോൾ എന്തെല്ലാം പാപങ്ങൾ ചെയ്ത് ആ ഒരു ദോഷം മാറി ശുദ്ധനായി തീരാൻ വേണ്ടിയാണ് നമ്മൾ എള്ള് ഉപയോഗിച്ച് കർമ്മം ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ശനീശ്വരൻ, അതായത് കർമ്മദാതാവാണല്ലോ ശനി. അപ്പോൾ അന്നത്തെ ദിവസം ശനീശ്വരൻ വന്ന് ആ കാകൻ വന്ന് പറയുന്ന പോലെ എന്താ പറയുക, അവിടെ വെച്ചേക്കുന്ന പിണ്ടം മറ്റുള്ള കാര്യങ്ങൾ എടുത്ത് ദോഷങ്ങൾ മാറ്റുന്നതാണ്. അതായത് മരിച്ചുപോയ ആൾക്കാരല്ല കാക്ക ശരിക്കും പറഞ്ഞാൽ ശനീശ്വര ഭഗവാന്റെ വാഹനമാണ്. അത് പ്രത്യേകം ആൾക്കാർ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നു, ബലിയിടാൻ പോകുമ്പോൾ നല്ല കർമ്മിയെ നോക്കി മാത്രം സെലക്ട് ചെയ്ത് ഭക്തജനങ്ങൾ ഇടുക. നിങ്ങൾക്ക് ഈ കർമ്മിയുടെ അടുത്ത് ചെയ്താൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ശരിയാണ്, ആ ഒരു രീതി വേണം ചെയ്യാൻ. ചുമ്മാ അവിടെ ഇരിക്കുന്നു. അപ്പം നമ്മൾ ചിലപ്പം ചെല്ലുമ്പോഴത്തേക്ക് ഒരു കർമ്മി ചുമ്മാ ഇരിക്കുന്നു, ഒരു കർമ്മി എടുത്ത് ഇത്. അപ്പോൾ നമ്മൾ വിചാരിക്കും തിരക്കില്ല, വീട്ടിൽ പോകണോ, നമുക്ക് ഈ കർമ്മി എടുത്ത് പോകാം, ചേട്ടാ വാ ചേട്ടാ നമുക്ക് ഇവിടെ ഇരിക്കാം. പുള്ളി എന്തൊക്കെയായിട്ട് കാണിക്കുന്നു. ആ വന്ന ചേട്ടനും മനസ്സിലായില്ല, പറഞ്ഞ ചേച്ചിക്കും മനസ്സിലായി, ഒന്ന് മുങ്ങി നിവരാൻ വന്ന് അത് തന്നെ ചെയ്യുന്നു. അത് തന്നെയാണ് മിക്കയിടത്തുള്ള പരിപാടി. അപ്പോൾ കർമ്മിയെ നോക്കി മാത്രം കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയാൽ മതി. ഈ ഒരു കർക്കിടക വാവിന് പൈസ ഉള്ള ആൾക്കാർ സ്വന്തം വീട്ടിൽ ഒരു കർമ്മിയെ പ്രത്യേകതരം വിളിച്ച് അന്നത്തെ ദിവസം അങ്ങനെ ചെയ്യുക. അതായിരിക്കും ഏറ്റവും ഒരു ഉത്തമം ഞാൻ പറയാറുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇപ്പം പല കമൻറ്റുകൾ വരാം. ഇതൊക്കെ കമ്മിറ്റിക്കാരും അമ്പലത്തിലുള്ള ആൾക്കാരൊക്കെ കാണുമായിരിക്കും അല്ലേ. അപ്പോൾ അവരൊക്കെ നല്ലപോലെ ചെയ്യട്ടെ. പിന്നെ മിക്ക ക്ഷേത്രങ്ങളിലും ബലിക്കുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നല്ലപോലെ നടക്കുന്നുണ്ട്. അപ്പോൾ ദേവസ്വമായാലും പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് പോകുക. അവിടെ മാലിന്യ വസ്തുക്കൾ കൊണ്ടിടാതിരിക്കുക. ക്ഷേത്രാചാരങ്ങളായിട്ട് മുന്നോട്ട് പോകുക. നമ്മൾ ഏതൊരു ക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേക്കും അവിടുത്തെ ക്ഷേത്രമായിട്ടുള്ള ആചാരങ്ങളായിട്ട് മുന്നോട്ട് പോകുക. ഒപ്പം തന്നെ അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. പിന്നെ നമ്മൾ തിരക്കുള്ള എടുത്ത് പോകുമ്പോഴത്തേക്ക് കഴിവതും ആഭരണങ്ങളൊക്കെ ഇടാതെ പോവുക. അതായിരിക്കും ഏറ്റവും നല്ലത് നമ്മുടെ സുരക്ഷയ്ക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്. നമസ്കാരം.